ഗോപികയിൽ നിന്ന് ഇനി ഒരു ബുദ്ധിമുട്ടും മാഡത്തിനും മാഡത്തിന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാ. ദേവികേ, മാഡത്തിന് ഞാൻ പറയുന്നത് വിശ്വസിക്കാം. എന്റെ പ്രാണൻ കൊടുത്തിട്ടായാലും മാഡത്തിന് ഞാൻ നൽകിയ വാക്ക് പാലിച്ചിരിക്കും. മാഡം സമാധാനിക്കേ. ഈ സങ്കടമൊക്കെ മാറ്റിവെച്ച് ധൈര്യമായിട്ടിരിക്കെ. ഗോപിക കാരണം ഋഷിയുടെ ജീവന് ഒരാപത്ത് സംഭവിക്കില്ല. എനിക്കത് കേട്ടാ മതി ദേവിക. എനിക്ക് വിശ്വാസം. ഋഷിമോനായിരുന്നോ? വാ ഇരിക്കേ. ഇരിക്കുമോനെ. ഋഷിയോ? വാ ഇരിക്കും. ഇരിക്കുമോനെ, ഇരിക്കുക. എല്ലാവരുടെ ഉണ്ടല്ലോ, അത് നന്നായി. ഞാൻ ഒരു തീരുമാനം പറയാനാ വന്നത്. ആർക്കും എന്നോട് അലോഹ്യം തോന്നരുത്. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഈ ജാതകത്തിലോ ജ്യോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യം പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് ഗോപിക ഇഷ്ടമാണ്, ഗോപികയ്ക്ക് എന്നെ ഇഷ്ടമാണ്. നടക്കേണ്ടത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമ്മതിച്ചാൽ ഇപ്പം തന്നെ ഗോപിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ തയ്യാറാണ്. അതെങ്ങനെ? ആൻറ്റി, എൻ്റെ കുടുംബക്കാർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന് ഞാൻ ആൻറ്റിയോട് മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമല്ല, ആൻറ്റി ഒന്ന് മനസ്സിലാക്കണം, അഞ്ജിതയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയത് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾ ഗോപിയെ വിളിക്കും, എനിക്ക് അവളോട് സംസാരിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഗോപികേ, ഗോപിക, ഗോപികേ, എനിക്ക് തന്നെ ഒന്ന് കാണണം. കണ്ട് എനിക്ക് സംസാരിക്കണം. ഋഷി, ഗോപികയുമായുള്ള വിവാഹം നടന്ന ഋഷിക്ക് അപവൃത്തി സംഭവിക്കുന്നാണല്ലോ ജ്യോത്സ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് ഒരു ജന്മേ ഉള്ളൂ. ആ ജന്മം ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെയാണ് ഒരു പുരുഷൻ ജീവിക്കേണ്ടത്. മരണം സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. ഗോപികയോടൊപ്പം ഒരു നാൾ മാത്രമാണ് ജീവിക്കാൻ എനിക്ക് യോഗമെങ്കിൽ എനിക്കത് മതി. ആ ഒരു ദിവസം എനിക്ക് അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. മോനേക്കാൾ ഒത്തിരി ജീവിതം കണ്ടവനാണ് മുത്തശ്ശൻ. ആ അനുഭവം വെച്ച് പറയുക. ജാതകം നോക്കി തീരുമാനിച്ച കാര്യങ്ങൾ അനുസരിക്കുക നല്ലത്. സുലോചനെ. അമ്മേ, ഋഷി ഇവിടെ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുക. പ്രശ്നോ? അവനെന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നേ? ഋഷിക്ക് ജ്യോത്സ്യത്തിലും ജാതകത്തിലും ഒന്നും വിശ്വാസമില്ല അത്ര. ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഋഷിക്ക് ഇപ്പൊ ഗോപികയെ വിവാഹം കഴിക്കണോന്ന്. അതിനു വേണ്ടി അവൻ കിടന്ന് ബഹളം വെക്കുക. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇവിടം വരെ വരുമോ? അല്ലെങ്കിൽ വിഷയം ഗുരുതരമായി പോവും. ഞാൻ ഈ വിവരം മഹാദേവനോടൊന്ന് പറയട്ടെ. ശരി. എനിക്കിപ്പോ ഗോപികയെ കണ്ടേ പറ്റൂ. അവളെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഗോപിക, ഗോപിക ഇറങ്ങി വരാൻ. ഗോപികെ, നിന്നോടാ പറഞ്ഞത്. ഗോപിക ഇറങ്ങി വാ. ഗോപികെ, ആന്റി ഗോപികയെ വിളിച്ചേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഗോപികയെ കണ്ടിട്ട് ഇവിടെ പോകും. എന്താ ഇവിടെ? ഗോപികെ, എന്താ ഋഷി? എന്താ? ഋഷിക്ക് ഗോപികയുമായുള്ള വിവാഹം നടത്തി കൊടുക്കണമെന്ന്. ചേച്ചി, ഗോപികനെ വിളിച്ചേ. എനിക്ക് ഗോപികനെ കാണണം. ഋഷി, ഞാൻ പറയുന്ന സംയമനത്തോടെ നീ ഒന്ന് കേൾക്കണം. വിവാഹത്തിന്റെ കാര്യത്തില്
മുതിർന്നവരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്റെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ട് അഞ്ജിതയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരിട്ട് ഇവിടെ വന്നത്. ദയവ് ചെയ്ത് എന്റെ വീട്ടുകാരെ എന്നോട് കാണിക്കുന്ന ക്രൂരത നിങ്ങൾ ഗോപികയോട് കാണിക്കരുത്. ഋഷിയും ഗോപിക്കും തമ്മിലുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കില്ല. അത് പറയേണ്ടത് ഗോപികയാണ്. അവള് പറയട്ടെ. ശരി, ഇനി ഗോപിക പറഞ്ഞാലേ വിശ്വാസം ആവുള്ളൂ എങ്കിൽ ഞാൻ പോയി ഗോപികയെ വിളിച്ചോണ്ടുവരാം. നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഋഷി വാശി പിടിക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നീയാണ്. നിനക്ക് അവനോടുള്ള ഇഷ്ടം പോലെ തന്നെ അഞ്ജിതയ്ക്കും അവനോട് ഇഷ്ടമാണ്. മാത്രല്ല, ജാതക പൊരുത്തം ഋഷിയും അഞ്ജിതയും തമ്മിലാണ്. ഋഷിയുടെയും നിന്റെയും ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ലെന്ന് മാത്രമല്ല, പരിഹരിക്കാനാവാത്ത ദോഷമുണ്ട്. ഇവിടെ ആർക്കും നീയും ഋഷിയും തമ്മിലുള്ള വിവാഹം നടത്താൻ താല്പര്യമില്ല. അവരെല്ലാം ഭയപ്പാടിലാണ്. രണ്ട് കുടുംബങ്ങളുടെയും സമാധാനം ഇപ്പൊ നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ ഉചിതമായ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എല്ലാം അറിഞ്ഞൊരു തീരുമാനം തന്നെയാവും നിന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയായിട്ടത് പറഞ്ഞാലേ അവനുകൂടി ബോധ്യമാവുള്ളൂ. നീ വന്നേ ഗോപു, വാ ഒന്ന്. പറയ, നിന്റെ തീരുമാനം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയൂ ഗോപു. എന്ത് തീരുമാനം? നമ്മൾ മുതിർന്നവര് തീരുമാനിക്കുന്നു, ഗോപിക അത് അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് പറയേണ്ടത് ഗോപികയാണ്. ഗോപിക പറയട്ടെ. ഗോപിക പറയ്. നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് നീ എല്ലാവരോടും ധൈര്യമായിട്ട് പറയ്. ഗോപിക, നീ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നേ? ഗോപിക, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇവരുടെ വാക്കുകളൊക്കെ കേട്ട് നീ ജീവിതം പാഴാക്കരുത്. ഗോപിക, നീ വന്നേ. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാം. വാ 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 ഗോപിക. ഋഷി, ബലം പ്രയോഗിച്ച് ഋഷി ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്ന ഋഷി ഒന്ന് കേൾക്കണം. ഋഷിയായിട്ട് രണ്ട് കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കരുത്. ചേച്ചി, ചേച്ചി എന്നെ തടയരുത്. ഗോപിക ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് ഇവളെ വേണം. ഇവളെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഞങ്ങൾ വിവാഹവും കഴിക്കും. ഋഷി, ഞാൻ പറയുന്നത് ഋഷി, നീ എന്തായി കാണിക്കുന്നേ? വിട്. ഗോപിക, നീ വാ. ഋഷി, വേണ്ട. കണ്ടില്ലേ നിങ്ങളുടെ മോൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ? കണ്ടില്ലേ ഋഷി? ഋഷി, എന്താടാ നീ എന്തായി കാണിക്കുന്നേ? ഗോപിക വിട്. വിടൂ. ഇല്ല ഗോപിക, ഇവരാര് പറയുന്നത് നീ കേൾക്കണ്ട. നിനക്ക് ഞാനുണ്ട്. നമ്മളെ ഒരുമിച്ച് ജീവിക്കണ്ടേ? നീ വാ. വരാൻ. ഋഷി, വിട്. അച്ഛൻ വിട്. വിടാനല്ലേ പറഞ്ഞത്? ഗോപിക, നീ വാ. ഗോപിക, വരാൻ. ഋഷി, മാറ്. അമ്മ, ഋഷി വെറുതെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? പറയുന്നത് കേൾക്കണം. ഗോപിക, നീ വരാൻ. ഞാനാ പറയുന്നത്. ഋഷി, അവിടെ വിട്.
ഈശ്വരാ. എനിക്കിവരെയൊക്കെ ധിക്കരിച്ച് ഇവരുടെയൊക്കെ സങ്കടം കണ്ടോണ്ട് ഋഷിയോടൊപ്പം വരാനാവില്ല. ഞാൻ വരില്ല. നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം ദൈവം നിയമിച്ചിട്ടില്ല. ഗോപിക, എന്നെ നിർബന്ധിക്കരുത്. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്ക് വേണ്ടി ഋഷിന് ഇവിടെ നിൽക്കണ്ട. ഗോപിക, ആ മാഡം, മാഡം ലഗേജ് ഒക്കെ ഞാൻ എടുത്തു വെക്കാം. മാഡം അകത്തേക്ക് ചെല്ലു. ആയിക്കോട്ടെ, താങ്ക് യു. കുടിക്കുമോളെ. ഗംഭീരമ്മേ, അമ്മയുടെ ചായ ഉഗ്രനായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ചായ വളരെ ഇഷ്ടം. ജാനകി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയോ? പോയിട്ട് ഒത്തിരി നേരമായി, ഇപ്പൊ എത്തും. പറഞ്ഞു തീർന്നില്ല, ദേ അവരിങ്ങ് എത്തിയല്ലോ. ആ, നീ എത്തിയോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയതാ. അമ്മ പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തല്ലോ അല്ലേ? എല്ലാം ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. നീ ഇവിടേക്ക് മാറിയത് നന്നായി. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാനും യാമിനി മോളോട് അത് പറയായിരുന്നു. ജാനകി, നീ ക്ഷണിച്ചതിന്റെ പേരിൽ മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കോളേജ് കഴിഞ്ഞ് പിരിഞ്ഞ ശേഷം വിവാഹമൊക്കെ കഴിച്ച് സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും നിനക്കുണ്ടായിരിക്കുക എന്ന് ഞാൻ കരുതി. പക്ഷേ മോന്റെ അവസ്ഥ കണ്ടപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം എനിക്ക് മനസ്സിലായി. നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങളുടെ മകനെ മിടുക്കനാക്കി തിരിച്ചു തരാൻ വേണ്ടിയാ പ്രധാനമായും ഞാൻ ഇവിടേക്ക് താമസം മാറ്റിയത്. വാ, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി റെഡിയാക്കിയ റൂം. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, ഇല്ലെങ്കിൽ മാറ്റാം. ഏയ് വേണ്ട വേണ്ട, ഇത് ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. മോനെവിടെ? അവന്റെ മുറി കാണും. വാ.
ജാനകി, ഈ റൂമില് ഞാനും സിദ്ധാർത്ഥനും മതി. ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങി നിൽക്കണം. സിദ്ധാർത്ഥനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയേ ഞാൻ നിങ്ങളോടെല്ലാവരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത്. ഞാനിപ്പോൾ സിദ്ധാർത്ഥനെ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് സിദ്ധാർത്ഥന്റെ അബോധ മനസ്സിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. സോ പ്ലീസ്. മഹേട്ടാ, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. വാ അമ്മേ. അവനെന്തെങ്കിലും ഓർമ്മ വന്നാൽ ഇതൊക്കെ പ്രശ്നമാകൂ. Siddharthan, take a deep breathing. Relax. 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 Within a couple of seconds, you are going to a deep hypnotic stage. 3, 2, 1. Relax. Relax. Relax, Sidhu. Relax. സിദ്ധാർത്ഥ്, ഞാൻ പറയുന്നത് സിദ്ധാർത്ഥിന് കേൾക്കാമോ? സിദ്ധാർത്ഥ് ഇപ്പൊ കാണുന്ന കാഴ്ചകൾ മുഴുവൻ എന്നോട് തുറന്നു പറയും. അബോധ മനസ്സിൽ സിദ്ധാർത്ഥൻ എന്താണ് കാണുന്നത്? Come on, tell me. Come on, tell me. Tell me, സിദ്ധാർത്ഥ്, എന്താണ് കാണുന്നത്? പറയൂ. ഏയ് സിദ്ധാർത്ഥ്, റിലാക്സ്. റിലാക്സ്. എന്താന്ന് പറയൂ. പറയൂ, എന്താണ് ഇപ്പോൾ കണ്ടത്? ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ആരോ എന്നെ പിന്നാലെ മറ്റൊരു വാഹനത്തിൽ എന്നെ അവർ കൊല്ലാനായിട്ട് ഫോളോ ചെയ്യുക. അവരെൻ്റെ പിന്നാലെയുണ്ട്. എന്നെ അവർ കൊല്ലും. പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ സ്പീഡ് കൂടി
നല്ല സ്പീഡിൽ കാർ മുമ്പോട്ട് പോവാ. പെട്ടെന്ന് 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 മുന്നിലൊരാള്. ഞാനത് കണ്ടില്ല. എന്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി. കാർ അയാൾ ഇടിച്ച് തെറിപ്പിച്ചു. സിദ്ധു, സിദ്ധു റിലാക്സ്. സിദ്ധു റിലാക്സ്, 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 റിലാക്സ്.